വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. അപ്പോൾ നമ്മൾ ഹോർമോണുകളെ കുറിച്ചുള്ളൊരു ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചാണ് പറഞ്ഞത്. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, അതുപോലെ പീനിയൽ ഗ്രന്ഥി. ഈ അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ, അവയുടെ ധർമ്മങ്ങൾ, ഇവയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ബാക്കിയുള്ള അന്തസ്രാവി ഗ്രന്ഥികളും കൂടെ നോക്കാം. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ചാണ്. തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി കാണപ്പെടുന്നത് തൊണ്ടയിൽ സ്വനപേടകത്തിന് തൊട്ട് താഴെയായിട്ടാണ് തൈറോയിഡ് ഗ്രന്ഥി കാണപ്പെടുന്നത്. തൊണ്ടയിൽ സ്വനപേടകത്തിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. അതുപോലെ ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. അപ്പം തൊണ്ടയിൽ സ്വനപേടകത്തിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നു. അതുപോലെ ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. അതുപോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. കോശങ്ങളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് ഉപാപചയം എന്ന് പറയുന്നത്. കോശങ്ങളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് ഉപാപചയം എന്ന് പറയുന്നത്. അതായത് 2 പ്രവർത്തനങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉപാപചയം. അതിൽ നിർമ്മാണ പ്രവർത്തനവുമുണ്ട്, അതുപോലെ വിഘടന പ്രവർത്തനവുമുണ്ട്. അപ്പോൾ കോശങ്ങളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉപചയം എന്ന് പറയുന്നത്. കോശങ്ങളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെയാണ് ഉപചയം, അനാബോളിസം എന്ന് പറയുന്നത്. ഇനി കോശങ്ങളിൽ നടക്കുന്ന വിഘടന പ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, അപചയ പ്രവർത്തനം എന്ന് പറയുന്നത്, അഥവാ കാറ്റാബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ കോശങ്ങളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെയാണ് ഉപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. കോശങ്ങളിൽ നടക്കുന്ന വിഘടന പ്രവർത്തനങ്ങളെയാണ് അപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇവ രണ്ടിൻ്റെയും തുക, അതായത് ഉപചയ പ്രവർത്തനങ്ങളുടെയും അപചയ പ്രവർത്തനങ്ങളുടെയും തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കോശത്തിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത്, ഉപാപചയ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. ഈ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് ഏതെന്ന് പറയുന്നത്, തൈറോയിഡ് ഗ്രന്ഥി. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 പ്രധാനപ്പെട്ട ഹോർമോണാണ്. ഒന്ന് തൈറോക്സിനും അതുപോലെ കാൽസിട്ടോണിൻ. ഒന്ന് തൈറോക്സിൻ, രണ്ടാമത്തത് കാൽസിട്ടോണിൻ. ഒന്നാമത്തത് തൈറോക്സിൻ, അതുപോലെ രണ്ടാമത്തെയാണ് കാൽസിട്ടോണിൻ. അത് നമുക്ക് തൈറോക്സിനെ കുറിച്ച് നോക്കാം. ഉപാപചയ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. അതുപോലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഉപാപചയ നിരക്ക് വർദ്ധിപ്പിക്കുന്നു, അതുപോലെ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ, അതായത് ഊർജോൽപാദനത്തിന് സഹായിക്കുന്നു. അതുപോലെ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിൻ്റെ വളർച്ചയും വികാസവും എന്ത് ചെയ്യുന്നു, ത്വരിതപ്പെടുത്തുന്നു. ഭ്രൂണാവസ്ഥയിലും അതുപോലെ ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിൻ്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നത് ആരാണ്, തൈറോക്സിൻ ആണ്. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. അതുപോലെ കുട്ടികളിലെ ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. നമ്മൾ പറഞ്ഞു ശരീര വളർച്ചയെ മൊത്തത്തിൽ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്, അത് സൊമാറ്റോട്രോപ്പിൻ ആണ്. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന സൊമാറ്റോട്രോപ്പിൻ അത് ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുട്ടികളിൽ ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്, അത് തൈറോക്സിൻ ആണ്. തൈറോക്സിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. തൈറോക്സിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. എന്നാൽ തൈറോക്സിൻ്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. തൈറോക്സിൻ്റെ അളവ് കുറഞ്ഞാൽ അത് ഹൈപ്പോതൈറോയിഡിസം, തൈറോക്സിൻ്റെ അളവ് കൂടിയാൽ അത് ഹൈപ്പർ തൈറോയിഡിസം.
തൈറോക്സിൻ്റെ അളവ് കുറയുമ്പോൾ കുട്ടികളിൽ ശാരീരികവും മാനസികമായും വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ക്രെറ്റിനിസം എന്ന് പറയുന്നത്. അതായത് തൈറോക്സിൻ്റെ അളവ് കുറയുന്നത് മൂലം കുട്ടികളിൽ ശാരീരികമായും മാനസികമായും വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് ക്രെറ്റിനിസം എന്ന് പറയുന്നത്. ക്രെറ്റിനിസം. അപ്പോൾ ക്രെറ്റിനിസം ആർക്കുണ്ടാകുന്നതാണ്? കുട്ടികൾക്കുണ്ടാകുന്നതാണ്. തൈറോക്സിൻ്റെ അളവ് കുറയുന്നത് മൂലം കുട്ടികളിൽ ശാരീരികമായും മാനസികമായുള്ള വളർച്ച മുരടിക്കുന്നതിനെയാണ് ക്രെറ്റിനിസം എന്ന് പറയുന്നത്. ഇനി ഇതേ അവസ്ഥ മുതിർന്നവരിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ മിക്സഡിമ എന്ന് പറയും. മിക്സഡിമ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള ധാതുവാണ് അയഡിൻ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള ധാതുവാണ് അയഡിൻ. അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ എന്നറിയപ്പെടും. അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. നമ്മൾ പറഞ്ഞു തൈറോക്സിൻ്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. നീണ്ടു നിൽക്കുന്ന ഹൈപ്പർ തൈറോയിഡിസം മൂലം കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയും മാനസിക അസ്വസ്ഥത ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. എക്സോഫ്താൽമിക് ഗോയിറ്റർ. നീണ്ടു നിൽക്കുന്ന ഹൈപ്പർ തൈറോയിഡിസം മൂലം കണ്ണുകൾ പുറത്തേക്ക് തള്ളുകയും അതുപോലെ മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് അറിയപ്പെടുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ഹോർമോണാണ് കാൽസിട്ടോണിൻ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇത്? കാൽസിട്ടോണിൻ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവെന്ന് പറഞ്ഞാൽ 9-11 mg/100 ml ആണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 9-11 mg/100 ml ആണ്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ആര്? കാൽസിട്ടോണിൻ എന്ന് പറയുന്നത്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഇനി എങ്ങനെയാണ് കാൽസിട്ടോണിൻ പ്രവർത്തിക്കുന്നത്? അതായത് എങ്ങനെയാണ് കാൽസിട്ടോണിൻ രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ കുറയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കാൻ സഹായിക്കുന്നു. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ എവിടെ സംഭരിക്കും? അസ്ഥികളിൽ സംഭരിക്കും. അതുപോലെ അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിൽ കലരുന്നത് എന്ത് ചെയ്യുന്നു? തടയുന്നു. അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിൽ കലരുന്നത് തടയുന്നു. അതുപോലെ അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കാനും സഹായിക്കുന്നത് ആരാണ്? കാൽസിട്ടോണിൻ. ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? രക്തത്തിൽ അധികമായുള്ള കാൽസിട്ടോണിൻ പ്രവർത്തിച്ച് കുറയ്ക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ്. പാരാതൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്നതാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്നു. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. പാരാതോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ഉയർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. നമ്മൾ പറഞ്ഞു രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് കാൽസിട്ടോണിൻ ആണ്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. എന്നാൽ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. അത് ഉൽപ്പാദിപ്പിക്കുന്നത് പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഇനി എങ്ങനെയാണ് പാരാതോർമോൺ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ഉയർത്തുന്നത്? വൃക്കയിൽ നിന്നുള്ള കാൽസ്യത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നു. അപ്പോൾ വൃക്കയിൽ നിന്നുള്ള കാൽസ്യത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് പാരാതോർമോൺ ആണ്. പാരാതോർമോൺ ആണ് വൃക്കയിൽ നിന്നുള്ള കാൽസ്യത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നത്. അതുപോലെ അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നു. ഈ രണ്ട് പ്രവർത്തനങ്ങൾ വഴി എന്ത് ചെയ്യുന്നു? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ഉയർത്താൻ സാധിക്കുന്നു. നമ്മൾ പറഞ്ഞു വൃക്കയിൽ നിന്നുള്ള കാൽസ്യത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. എന്നാൽ വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് വാസോപ്രസിൻ ആണ്. വാസോപ്രസിനെയാണ് ADH അഥവാ ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. ഇനി പാരാതോർമോണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനിയാണ് പാരാതോർമോണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. അടുത്ത നമ്മൾ നോക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്രന്ഥി മാറലിന് പുറകിലായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. മാറലിന് പുറകിലായി കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. കുട്ടികളിൽ മാത്രം കാണപ്പെടുന്ന ഗ്രന്ഥിയാണിത്. കുട്ടികളിൽ മാത്രം കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശൈശവ കാലഘട്ടത്തിൽ സജീവമായി പ്രവർത്തിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്
തൈമസ് ഗ്രന്ഥിയാണ്. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. അതുപോലെ തന്നെ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. തൈമോസിൻ എന്ന ഹോർമോണാണ് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. എന്നാൽ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. യുവത്വ ഹോർമോൺ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. ഇനി തൈമോസിൻ്റെ ധർമ്മങ്ങളാണ് പറയുന്നത്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ കുട്ടികളിലെ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നു. കുട്ടികളിലെ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ എന്ന് പറയുന്നത്. അതുപോലെ വാർദ്ധക്യ ബാധ തടയാൻ സഹായിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നു. കുട്ടികളിലെ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നു. അതുപോലെ വാർദ്ധക്യ ബാധ തടയാനും സഹായിക്കുന്നു. അതുപോലെ ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും സഹായിക്കുന്നതും ആര് തന്നെയാണ്? തൈമോസിനാണ്. ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും അതുപോലെ പ്രവർത്തനത്തെയും സഹായിക്കുന്നു. അടുത്ത നമ്മൾ നോക്കുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഗ്രന്ഥി അഥവാ ആഗ്നേയ ഗ്രന്ഥി. ആമാശയത്തിന് താഴെ പക്വാശയത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയുന്നത്. ആമാശയത്തിന് താഴെ പക്വാശയത്തോട് ചേർന്നാണ് കാണപ്പെടുന്നത്. മധുര ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. മധുര ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നു. അതുപോലെ അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് പാൻക്രിയാസ് ഗ്രന്ഥി അഥവാ ആഗ്നേയ ഗ്രന്ഥിയാണ്. ഹോർമോണുകളും എൻസൈമുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി. ഹോർമോണുകളും എൻസൈമുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു സമ്മിശ്ര ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാലും അത് പാൻക്രിയാസ് ഗ്രന്ഥി അഥവാ ആഗ്നേയ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു സമ്മിശ്ര ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി. ഇനി പാൻക്രിയാസിൽ കാണപ്പെടുന്ന പ്രത്യേക കോശ സമൂഹത്തെയാണ് നമ്മൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. പാൻക്രിയാസിൽ കാണപ്പെടുന്ന പ്രത്യേക കോശ സമൂഹത്തെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അപ്പോൾ പാൻക്രിയാസിൽ കാണപ്പെടുന്ന പ്രത്യേക കോശ സമൂഹത്തെയാണ് അല്ലെങ്കിൽ കോശ വിഭാഗത്തെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നറിയപ്പെടുന്നത്. ഇതിൽ 2 തരത്തിലുള്ള കോശങ്ങളാണ് കാണപ്പെടുന്നത്. ഒന്ന് ആൽഫ കോശങ്ങൾ, ആൽഫ കോശങ്ങൾ. രണ്ടാമത്തത് ബീറ്റ കോശങ്ങൾ. ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. അപ്പോൾ ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും കാണപ്പെടുന്നത് പാൻക്രിയാസിലെ പ്രത്യേക കോശ സമൂഹമായ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലാണ്. ഈ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ. അപ്പോൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. എന്നാൽ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണഗതിയിൽ നിലനിർത്തുന്നത് ഈ ഗ്ലൂക്കഗോണും ഇൻസുലിനും ചേർന്നാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവാണ് 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 ml. 70 to 110 മില്ലിഗ്രാം പെർ 100 ml ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ്. ഈ സാധാരണ അളവ് നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോണും അതുപോലെ ഇൻസുലിനും. അപ്പോൾ ഇനി നമുക്ക് ഈ 2 ഹോർമോണുകളെ കുറിച്ച് നോക്കാം. ആദ്യത്തെ ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. അപ്പം ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഉയർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഉയർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഗ്ലൂക്കഗോൺ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഉയർത്തുന്നത്? ഒന്ന്, കരളിൽ സംഭരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസിൻ്റെ രൂപത്തിലോട്ട് മാറ്റുന്നു. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസിൻ്റെ രൂപത്തിലോട്ട് മാറ്റുന്നു. അതുപോലെ അമിനോ ആസിഡുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്,
കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസിലോട്ട് മാറ്റുന്നു. അതുപോലെ അമിനോ ആസിഡുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ രണ്ട് പ്രവർത്തനത്തിലൂടെ ഗ്ലൂക്കോഗോൺ എന്ത് ചെയ്യുന്നു? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയർത്തുന്നു. രണ്ടാമത്തെ ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നത്? ഒന്ന്, ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് കടത്തിവിടുന്ന പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് കടത്തിവിടുന്ന പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. അതുപോലെ കരളിലും പേശികളിലും വെച്ചിട്ട് ഗ്ലൂക്കോസിനെ ഏത് രൂപത്തിലോട്ട് മാറ്റുന്നു? ഗ്ലൈക്കോജന്റെ രൂപത്തിലോട്ട് മാറ്റുന്നു. അങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നു. ഇൻസുലിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിക് മെലിറ്റസ്. ഡയബറ്റിക് മെലിറ്റസ്. ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രമേഹമാണ്. പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ് ആണ് ഇൻസുലിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡയബറ്റിക് ഇൻസിപ്പിഡസ് പഠിച്ചായിരുന്നല്ലോ. അതെന്താണ്? അത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. എന്നാൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് അഥവാ പ്രമേഹം എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ഡയബറ്റിക്സ് മെലിറ്റസ്. ഇനി ഈ പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഉണ്ടാകാം? ഒന്ന്, ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായി ഇൻസുലിൻ ഉൽപ്പാദനം കുറയും. ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇൻസുലിൻ ഉൽപ്പാദനം കുറയും. അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ കോശങ്ങൾക്ക് ഉപയോഗപ്പെടാനുള്ള കഴിവില്ലായ്മ മൂലം എന്തുണ്ടാവും? ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാകും. ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹം എന്ന് പറയുന്നത്. പ്രമേഹം ഉണ്ടാവാൻ രണ്ട് കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന്, ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായി ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ കോശങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള കഴിവില്ലായ്മ മൂലമോ എന്തുണ്ടാകാം? ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹം ഉണ്ടാകാം. പ്രഭാതത്തിന് മുമ്പ് രക്തപരിശോധനയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് 126 മില്ലിഗ്രാമിൽ കൂടുതലുള്ള അവസ്ഥയാണ് ഏത്? പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്. പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് രക്തപരിശോധനയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് 126 മില്ലിഗ്രാമിൽ കൂടുതലുള്ള അവസ്ഥയാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. പ്രമേഹത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. ടൈപ്പ് 1 പ്രമേഹവും അതുപോലെ ടൈപ്പ് 2 പ്രമേഹം. ടൈപ്പ് 1 പ്രമേഹമെന്നും ടൈപ്പ് 2 പ്രമേഹമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ആദ്യത്തേത് ടൈപ്പ് 1 പ്രമേഹം. കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം. കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം. ഇതുണ്ടാവുന്നത് എങ്ങനെയാണ്? ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായി ഇൻസുലിൻ ഉൽപ്പാദനം കുറയുന്നു. ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അതുമൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം. ആവശ്യത്തിന് ഇൻസുലിൻ കുത്തിവെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പരിഹരിക്കാൻ പറ്റും. ആവശ്യത്തിന് ഇൻസുലിൻ കുത്തിവെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ടൈപ്പ് 1 പ്രമേഹം പരിഹരിക്കാൻ പറ്റും. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി. അടുത്തത് ടൈപ്പ് 2 പ്രമേഹമാണ്. ജീവിതശൈലികൾ മൂലമുണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം. ജീവിതശൈലികൾ മൂലമുണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം. നമ്മൾ പറഞ്ഞു ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇൻസുലിൻ ഉൽപ്പാദനം കുറയുന്നു. അതുമൂലമാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നത്. എന്നാൽ ടൈപ്പ് 2 പ്രമേഹം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഇൻസുലിൻ കോശങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള കഴിവില്ലായ്മ മൂലം ഉണ്ടാകുന്നതാണ് ടൈപ്പ് 2 പ്രമേഹം. ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഇൻസുലിൻ കോശങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള കഴിവില്ലായ്മ മൂലം ഉണ്ടാകുന്നതാണ് ടൈപ്പ് 2 പ്രമേഹം. അമിതവണ്ണവും അതുപോലെ ജീനുകളിലെ തകരാറുമാണ് ഇതിന് കാരണം. അമിതവണ്ണവും ജീനുകളിലെ തകരാറുമാണ് ഇതിന് കാരണമാകുന്നത്. ആഹാര നിയന്ത്രണം, വ്യായാമം എന്നിവയിലൂടെ എന്ത് പരിഹരിക്കാം? ടൈപ്പ് 2 പ്രമേഹം പരിഹരിക്കാൻ സാധിക്കും. അടുത്തത് ലോക പ്രമേഹ ദിനം എന്നാണ്. ലോക പ്രമേഹ ദിനം നവംബർ 14. നവംബർ 14 ലോക പ്രമേഹ ദിനം. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ എന്ന് പറയുന്നത് നീലവൃത്തമാണ് ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. പ്രമേഹ രോഗികൾക്കുള്ള ഇൻസുലിൻ കണ്ടുപിടിച്ചത് 2 ശാസ്ത്രജ്ഞന്മാരാണ്. ഒന്ന് ഫ്രെഡറിക് ബാൻഡിങ്ങും അതുപോലെ ചാൾസ് ബെസ്റ്റ്. ഫ്രെഡറിക് ബാൻഡിങ്
ഫ്രെഡറിക് ബാൻഡിങ്, അതുപോലെ ചാൾസ് ബെസ്റ്റ്. പ്രമേഹ രോഗികൾക്കുള്ള ഇൻസുലിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞരാണ് ഫ്രെഡറിക് ബാൻഡിങ്ങും അതുപോലെ ചാൾസ് ബെസ്റ്റും. അടുത്തത് ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക്. ജനിതക എഞ്ചിനീയറിംഗിൻ്റെ ഫലമായിട്ട് ശരീരത്തിന് പുറത്തു വെച്ച് നിർമ്മിച്ച ഇൻസുലിനാണ് ഹ്യൂമുലിൻ. ജനിതക എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിന് പുറത്തു വെച്ച് നിർമ്മിച്ച ഇൻസുലിനാണ് ഹ്യൂമുലിൻ. മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ലായനിയാണ് ബെനഡിക്ട് ലായനി. മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ലായനിയാണ് ബെനഡിക്ട് ലായനി. അതുപോലെ പ്രമേഹ രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. പ്രമേഹ രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ലായനിയാണ് ബെനഡിക്ട് ലായനി. എന്നാൽ പ്രമേഹ രോഗത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. അടുത്ത നമ്മൾ നോക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥിയാണ്. അഡ്രീനൽ ഗ്രന്ഥി വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. അധിവൃക്ക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് അഡ്രീനൽ ഗ്രന്ഥിയാണ്. അധിവൃക്ക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് അഡ്രീനൽ ഗ്രന്ഥി. അതുപോലെ അടിയന്തര ഗ്രന്ഥി എന്നറിയപ്പെടുന്നതും അഡ്രീനൽ ഗ്രന്ഥിയാണ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല്ലയിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അതായത് അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമാണ് മെഡുല്ല എന്നറിയപ്പെടുന്നത്, പുറം ഭാഗമാണ് കോർട്ടെക്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഉൾഭാഗമായ മെഡുല്ലയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഇനി അഡ്രിനൽ ഗ്രന്ഥിയുടെ ബാഹ്യഭാഗമായ കോർട്ടെക്സിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, അതുപോലെ ലൈംഗിക ഹോർമോണുകൾ. കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ. ആദ്യം നമുക്ക് അഡ്രീനാലിൻ നോക്കാം. അഡ്രീനാലിൻ എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല്ലയിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന ഹോർമോണുകളാണ് അഡ്രീനാലിനും നോർ അഡ്രീനാലിനും. അതിൽ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് അഡ്രീനാലിൻ. അഡ്രീനാലിനെ തന്നെയാണ് നമ്മൾ എപ്പിനെഫ്രിൻ എന്നും അറിയപ്പെടുന്നത്. എപ്പിനെഫ്രിൻ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് അഡ്രീനാലിൻ. അതുപോലെ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നതും അഡ്രീനാലിനാണ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നു. അതുപോലെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് അത്തരം സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ സഹായിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് അത്തരം സാഹചര്യങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനോ അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടാനോ സഹായിക്കുന്നത് ആരാണ്? അഡ്രിനാലിൻ ആണ്. അടുത്തതാണ് നോർ അഡ്രിനാലിൻ. നോർ അഡ്രിനാലിൻ അതായത് അടിയന്തര സാഹചര്യത്തിൽ അഡ്രിനാലോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണാണ് നോർ അഡ്രിനാലിൻ. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിൻ ആണ്. അപ്പം അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല്ലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഇനി അഡ്രീനൽ ഗ്രന്ഥിയുടെ ബാഹ്യഭാഗമായ കോർട്ടെക്സിൽ നിന്ന് സ്രവിക്കപ്പെടുന്നത് 3 ഹോർമോണുകളാണ്. ഒന്നാമത്തെയാണ് കോർട്ടിസോൾ. ഒന്നാമത്തെ ഹോർമോണാണ് കോർട്ടിസോൾ. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ പ്രതിരോധ കോശങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു. ശരീരവീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നു. പ്രതിരോധ കോശങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു. അതുപോലെ ശരീരവീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കുന്നു. രണ്ടാമത്തെ ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ.
ആൽഡോസ്റ്റിറോൺ. വൃക്കയിൽ പ്രവർത്തിച്ച് ജല ലവണ സന്തുലനം സാധ്യമാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. വൃക്കയിൽ പ്രവർത്തിച്ച് ജല ലവണ സന്തുലനം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. വൃക്കയിൽ പ്രവർത്തിച്ച് കാൽസ്യത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നതാണ് പാരാതോർമോൺ. എന്നാൽ വൃക്കയിൽ പ്രവർത്തിച്ച് ജലലവണ സന്തുലനം സാധ്യമാക്കുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അടുത്തയാണ് ലൈംഗിക ഹോർമോണുകൾ. ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയും ധർമ്മവുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് ലൈംഗിക ഹോർമോണുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അഡ്രീനൽ ഗ്രന്ഥിയാണ് പഠിച്ചത്. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. എന്നാൽ അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗമായ കോർട്ടെക്സിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ. അടുത്ത നോക്കാനുള്ള അന്തസ്രാവി ഗ്രന്ഥിയാണ് വൃഷ്ണം അഥവാ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ടെസ്റ്റിസ് ഉദരാശയത്തിന് പുറത്ത് വൃഷ്ണസഞ്ചിയിലായിട്ടാണ് വൃഷ്ണ അഥവാ ടെസ്റ്റിസ് കാണപ്പെടുന്നത്. ടെസ്റ്റിസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ. ടെസ്റ്റോസ്റ്റെറോൺ ആണ് ടെസ്റ്റിസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ആൺകുട്ടികളിൽ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾക്ക് സഹായിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത്. ആൺകുട്ടികളിൽ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾക്ക് സഹായിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ. അതുപോലെ ബീജോൽപാദനത്തിന് സ്പേം പ്രൊഡക്ഷന് സഹായിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത്. അടുത്ത നോക്കാനുള്ളത് അണ്ഡാശയം അഥവാ ഓവറിയാണ്. ഉദരാശയത്തിനുള്ളിൽ ഗർഭാശയത്തിന് ഇരുവശത്തുമായിട്ടാണ് അണ്ഡാശയം അഥവാ ഓവറി കാണപ്പെടുന്നത്. ഉദരാശയത്തിനുള്ളിൽ ഗർഭാശയത്തിന് ഇരുവശത്തുമായിട്ടാണ് അണ്ഡാശയം കാണപ്പെടുന്നത്. അണ്ഡാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 2 ഹോർമോണുകളാണ്. ഒന്ന് ഈസ്ട്രജൻ, അതുപോലെ പ്രൊജസ്റ്ററോൺ. ഈസ്ട്രജൻ അതുപോലെ പ്രൊജസ്റ്ററോൺ. ഈസ്ട്രോജൻ അതുപോലെ പ്രൊജസ്ട്രോൺ എന്നീ 2 ഹോർമോണുകളാണ് അണ്ഡാശയം അഥവാ ഓവറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഈസ്ട്രോജൻ നോക്കാം. പെൺകുട്ടികളിൽ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾക്ക് സഹായിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. പെൺകുട്ടികളിൽ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾക്ക് സഹായിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. അതുപോലെ അണ്ഡോൽപാദനം, അതുപോലെ ആർത്തവ ചക്ര ക്രമീകരണം എന്നിവയെ സഹായിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. അണ്ഡോൽപാദനം അതുപോലെ തന്നെ ആർത്തവ ചക്ര ക്രമീകരണം എന്നിവയെ സഹായിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. പ്രൊജസ്ട്രോണും അണ്ഡോൽപാദനത്തിനും ആർത്തവ ചക്ര ക്രമീകരണത്തിനും സഹായിക്കുന്നുണ്ട്. ആർത്തവ ചക്ര ക്രമീകരണത്തിന് സഹായിക്കുന്ന മറ്റൊരു ഹോർമോൺ തന്നെയാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. ഗർഭാശയ വളർച്ച, ഗർഭധാരണം, ഭ്രൂണത്തെ നിലനിർത്തൽ എന്നിവയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ഗർഭാശയ വളർച്ച, ഗർഭധാരണം, ഭ്രൂണത്തെ നിലനിർത്തൽ എന്നിവയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗർഭ അഥവാ പ്രസവരക്ഷാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് പ്രൊജസ്ട്രോൺ ആണ്. പ്രസവരക്ഷാ ഹോർമോൺ. പ്രസവരക്ഷാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് പ്രൊജസ്ട്രോൺ ആണ്. അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. പെൺകുട്ടികളിൽ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾക്ക് സഹായിക്കുക, അണ്ഡോൽപാദനം, ആർത്തവ ചക്ര ക്രമീകരണം എന്നിവയ്ക്ക് സഹായിക്കുക. ഇവ രണ്ടും ചെയ്യുന്നത് ഈസ്ട്രോജൻ ആണ്. അതുപോലെ ഗർഭാശയ വളർച്ച, ഗർഭധാരണം, ഭ്രൂണത്തെ നിലനിർത്താൻ എന്നിവയ്ക്ക് സഹായിക്കുന്നതും അണ്ഡോൽപാദനം, ആർത്തവ ചക്ര ക്രമീകരണം എന്നിവയ്ക്ക് സഹായിക്കുന്നത് പ്രൊജസ്ട്രോൺ ആണ്.